പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഭീമേഷ് മണിയൂരിനെ ഈ അവാർഡിനായി തെരഞ്ഞെടുത്തത് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഭീമേഷ് മണിയൂര് അഭിമാനത്തോടുകൂടി ഞാൻ പറയുന്നത് ഭീമേഷ് എൻ്റെ കുട്ടിയാണെന്നാണ്. കാര്യം ഈ ട്രൗസർ ഇട്ട് നടന്ന കാലം തൊട്ടേ ഈ കുട്ടിക്ക് കവിതയോടുള്ള സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. വടകര പ്രദേശത്ത് മാത്രമല്ല, കണ്ണൂർ ജില്ലയുടെ പല പ്രദേശങ്ങളിലും, കോഴിക്കോട് ജില്ലയുടെ പല പ്രദേശങ്ങളിലും ആരും വിളിക്കാതെ ഈ 10ാം ക്ലാസ്സിലും ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടി ഈ കവിത കേൾക്കാൻ വേണ്ടിയിട്ട്, കവിത എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഓരോരുത്തരെയും കണ്ട് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് നടന്ന ഒരു കുട്ടിയാണ് ഇത്. പിന്നീട് ഈ കുട്ടി 10ാം ക്ലാസ് ജയിക്കുന്നു, ട്രൗസറൊക്കെ മാറ്റി മുണ്ടൊക്കെ കൊടുക്കാൻ നടക്കുന്നു. നമ്മളോടൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ യാത്ര ചെയ്തെന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഞാൻ വിമേഷിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുള്ളതാണ്. ഇത്രയും ആങ്സൈറ്റിയുള്ള, ഈ ജിജ്ഞാസയുള്ള, കവിതയെ സംബന്ധിച്ച് ഇത്രയും ജിജ്ഞാസയുള്ള ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയോടൊപ്പം എനിക്ക് പലയിടത്തും സഞ്ചരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിമാനം എന്ന് പറയുന്നത്. പിന്നീട് ഈ ഇത് കഴിയുന്നു, ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിയുന്നു, +2വിനൊക്കെ പോകുന്നു. +2വിന് അദ്ദേഹത്തിന് വളരെ അടുത്ത് വരികയുള്ള എൻ്റെ കവിതനെ പഠിക്കാനായി കിട്ടുന്നു. പിന്നീട് കവിതയിലൂടെ അദ്ദേഹം വേറിട്ട രീതിയിൽ സഞ്ചരിക്കാം. കവിതയുടെ പ്രത്യേകതയല്ല അനിൽകുമാർ പറഞ്ഞുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസ് പറയുന്നില്ല. അതുപോലെ തന്നെ ലക്ഷദ്വീപിൽ ജോലിക്ക് പോകുന്നു. അവിടെ വെച്ചും കവിത ഉറങ്ങാതെ അദ്ദേഹത്തിന്റെ മനസ്സിലിരിക്കുന്നു. പൂർണ്ണസമയം കവിതയ്ക്ക് വേണ്ടിയിട്ട് ശ്രദ്ധിച്ച ഒരു കുട്ടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വിമേഷ്. അതുകൊണ്ട് നിങ്ങൾ ഈ അവാർഡിനെ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതും എനിക്ക് വലിയ പ്രതീക്ഷയാണ്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഇനി വരാൻ പോകുന്ന ഒരു കവി വിമേഷ് മണിയൂരായിരിക്കും എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ പറയുന്നുണ്ട്. അത് സംഭവിക്കുന്നു എന്നുള്ളത് എനിക്ക് വളരെ ആഹ്ലാദം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മരിക്കുന്നതിന് മുമ്പ് അത് കാണാൻ കഴിയുന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും കൂടുതൽ ജനകീയത, കൂടുതൽ ആളുകളുടെ ഹൃദയത്തിലേക്ക് വിമേഷിനെ ഇനിയും ചെല്ലാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.